बिस्मिल्लाहिर्रहमानिर्रहीम। मेरे दोस्तों, मोहम्मद यूसुफ साहिब रहमतुल्लाह अलैह की हिदायत आप हजरात को आज ज़बानी सुनाता हूँ ताकि 6 नंबर किस तरह बयान किए जाएँ। പ്രിയ സുഹൃത്തുക്കളെ, മുഹമ്മദ് യൂസുഫ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹിദായത്തുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കേൾപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ 6 കാര്യങ്ങൾ ബയാൻ ചെയ്യാൻ സാധിക്കണം. ആപ് ഹസ്രാത് വോ ഹൈ ജോ 6 നമ്പർ ബയാൻ കർത്തെ ഹൈ. നിങ്ങൾ 6 കാര്യങ്ങൾ സാധാരണ ബയാൻ ചെയ്യുന്നവരാണല്ലോ. അസൽ ബയാൻ തഖ്രീർ യാ ബിൽക്കുൽ മൗസൂ നഹീ ഹൈ. യഥാർത്ഥത്തിൽ ബയാനോ പ്രഭാഷണങ്ങളോ നമ്മുടെ പരിശ്രമത്തിന്റെ ലക്ഷ്യമല്ല. യേ 6 നമ്പർ തോ ഏക് മെഹനത് കാ നാം ഹൈ. ഈ 6 കാര്യങ്ങൾ എന്നുള്ളത് ഒരു പരിശ്രമത്തിന്റെ നാമമാണ്. ഓർ ഇസ് മെഹനത് കാ ഏക് മഖ്സദ് ഹൈ. ഈ പരിശ്രമത്തിന് ഒരു ലക്ഷ്യമുണ്ട്. കെ ഉമ്മത്ത് കോ ഇസ് മെഹനത് പർ ലാന, ഉമ്മത്തിനെ ഈ ഒരു പരിശ്രമത്തിലേക്ക് കൊണ്ടുവരൽ. സീധെ സീധെ അൽഫാസ് മേ ഇൻ 6 നമ്പറോं की दावत के जरिए, നേരെയുള്ള അൽഫാദുകളിൽ ലഫ്ലുകളോടുകൂടി 6 കാര്യങ്ങളുടെ ദാവത്തിലേക്ക് കൊണ്ടുവരൽ. ദാവത്ത് വഴിയായി अपने यकीन को സ്വന്തം യഖീനിനെ മാറ്റലും और दूसरों के यकीनों को बदलने के असबाब पैदा करना है. മറ്റുള്ളവരുടെ യഖീനിനെ മാറ്റാനുള്ള അസ്ബാബുകളെ ഉണ്ടാക്കലുമാണ്. ये इंतहाई मुख्तसर इंतहाई सादा काम है. ഇത് അങ്ങേയറ്റ ലളിതവും അങ്ങേയറ്റത്തെ സാധാ ഒരു പരിശ്രമമാണ്. ലേക്കിൻ ये के 6 നമ്പർ की ഹഖീഖത്ത് അഗർ സാമനെ ഹോ തോ, അഥവാ ഈ 6 കാര്യങ്ങളുടെ ഹഖീഖത്ത് മുന്നിലുണ്ടെങ്കിൽ. യൂ ഫർമാത്തെ थे മുഹമ്മദ് യൂസുഫ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി. യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പറയുമായിരുന്നു, जिस बात करने वाले के सामने 6 नंबर की हकीकत नहीं होगी, ഈ കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ മുമ്പിൽ 6 കാര്യങ്ങളുടെ ഹഖീഖത്ത് ഇല്ല എങ്കിൽ സിർഫ് 6 നമ്പർ കാ ഇൽമു ഹോഗാ, കേവലം 6 കാര്യങ്ങളുടെ അറിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. तो इस इल्म की वजह से दूसरों की इस्लाह की नियत हो जाएगी. ഈ ഇൽമുകൾ കാരണമായി മറ്റുള്ളവരുടെ ഇസ്ലാഹ് മാത്രം ലക്ഷ്യമാവുകയും अपने इस्लाह की नियत नहीं रहेगी, സ്വന്തം ഇസ്ലാഹിന്റെ നിയത്ത് ഉണ്ടാവുകയുമില്ല. जिसकी वजह से അത് കാരണമായി खुद उसकी अपनी दावत से उसका यकीन न बनेगा, അത് കാരണമായി അവന്റെ ദാവത്ത് കാരണം അവനും യഖീനിൽ മാറ്റം ഉണ്ടാവുകയില്ല. और दूसरों पर इसकी दावत का असर भी न होगा, മറ്റുള്ളവരിൽ ഈ പരിശ്രമത്തിന്റെ മെഹനത്തിന്റെ ദാവത്തിന്റെ പ്രതിഫലനവും ഉണ്ടാവുകയില്ല. इसलिए अर्ज ये करना है, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് कि अब 6 नंबरों की हकीकत को सामने रखकर दावत देनी है. ഈ 6 കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം ദാവത്ത് ചെയ്യാൻ. ये 6 നമ്പർ इसलिए सुनाना चाह रहा हूँ. ഈ 6 കാര്യങ്ങൾ ഇതുകൊണ്ടാണ് കേൾപ്പിക്കുന്നത് कि हमें भी ये याद हो जाए, നമുക്കും ഇത് ഓർമ്മയുണ്ടാവണം. और आप भी उन्हें याद कर ले, നിങ്ങളും ഇതിനെ ഓർക്കിൻ. और 6 नंबरों की हकीकत को अपने अंदर उतारने का तरीका क्या है. 6 കാര്യങ്ങളുടെ യാഥാർത്ഥ്യം നമ്മളെ ഉള്ളിൽ ഇറക്കാനുള്ള വഴി ഏതാണ്? वो भी याद कर ले, അതും നമ്മൾ ഓർമ്മിക്കണം. ईमान. अल्लाह रब्बुल इज़्ज़त ने इंसानों की तमाम कामयाबियों का दारोमदार इंसान के अंदर की माया पर रखा है. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരുടെ മുഴുവൻ വിജയങ്ങളുടെയും ബന്ധം മനുഷ്യരുടെ ഉള്ളിലെ തേട്ടത്തിലാണ് വെച്ചിരിക്കുന്നത്. കാമിയാബി और നാകാമി ഇൻസാൻ के अंदर के हालात का नाम है. വിജയ പരാജയങ്ങൾ മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു അവസ്ഥയുടെ നാമമാണ്. ये हालात एक किस्म की मखलूक है. ഈ അവസ്ഥകളാകട്ടെ ഒരു തരത്തിലുള്ള ഒരു സൃഷ്ടിയാണ്. जो नजर नहीं आती, കാണാൻ സാധിക്കാത്ത. जिस तरह फरिश्ते खुदा की मखलूक है, ഏതുപോലെ മലക്കുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. पर नजर नहीं आते, പക്ഷെ കാണാൻ സാധിക്കുന്നില്ല. അംബിയ അലൈഹിസ്സലാം को ये मखलूक दिखलाई जाती है. അംബിയാക്കൾക്ക് ഈ സൃഷ്ടികളെ കാണിക്കപ്പെടുമായിരുന്നു. इसलिए दुनिया की फैली हुई चीज़ों और नक्शों का नाम कामयाबी और नाकामी नहीं. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ വ്യാപിപ്പിക്കപ്പെട്ട ഈ രൂപങ്ങൾ, ഈ കോലങ്ങൾ, അതിൻ്റെ പേരല്ല വിജയവും പരാജയവും എന്നുള്ളത്. ഇസ്സത്തുർ സില്ലത്ത്, അന്തസ്സും നിന്ദ്യതയും, റാഹത്തുർ തക്ലീഫ്, റാഹത്തും ബുദ്ധിമുട്ടും, സുക്കൂനോർ പരിശാനി, സുഖവും ദുഃഖവും, സിഹത്തുർ ബിമാരി, ആരോഗ്യവും അനാരോഗ്യവും. तो इन हालात के बनने और बिगड़ने, ഈ അവസ്ഥകൾ ഉണ്ടാകുന്നതാവട്ടെ മോശമാകുന്നതാവട്ടെ ദുനിയാ में फैली हुई शक्लों और नक्शों से कोई ताल्लुक भी नहीं. ദുനിയാവിൽ വ്യാപിപ്പിക്കപ്പെട്ട അടയാളങ്ങളെ കൊണ്ടോ രൂപങ്ങളുമായോ ഇതിന് യാതൊരു ബന്ധവുമില്ല. इंसान के अंदर की माया अल्लाह की दात का यकीन और अल्लाह के अम्र है.
അവാമിർ है മനുഷ്യരുടെ ഉള്ളിലുള്ള തേട്ടം അള്ളാഹുവിൻ്റെ ദാത്തിലുള്ള യഖീനും അള്ളാഹുവിൻ്റെ കൽപ്പനകളുമാണ്. अब अगर इंसान के अंदर में अल्लाह की ज़ात का यकीन होगा और अल्लाह के अवामिर से उसके जिस्म से ठीक ठीक हुजूर सल्लल्लाहु अलैहि वसल्लम वाले तरीके के मुताबिक निकलेंगे तो अल्लाह जल्ल शाअनु इंसान के अंदर कामयाबी वाले हालात पैदा फरमा देंगे. അഥവാ മനുഷ്യരുടെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ ദാത്തിലുള്ള യഖീനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവൻ്റെ ശരീരത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തരീഖയിലൂടെ പുറപ്പെടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ഉള്ളിൽ വിജയത്തിൻ്റെ അവസ്ഥകളെ ഉണ്ടാക്കിയെടുക്കും. ഖവാ ज़ाहिरी अस्बाब और चीज़ें कुछ भी उसके पास न हो. അഥവാ ലാഹിറായ ബാഹ്യമായ കാരണങ്ങളോ വസ്തുക്കളോ ഒന്നും തന്നെ അവൻ്റെ ഉള്ളിൽ ഇല്ല എങ്കിൽ പോലും क्योंकि अल्लाह पाक तमाम कायनात के हर ज़र्रे के हर फ़र्द के बनाने वाले और हर ज़र्रे और हर फ़र्द की हर ज़रूरत को हर वक्त अपनी ज़ात से पूरा करने वाले ഖാലിഖ് और मालिक हैं. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും ഓരോ അണുവിൻ്റെയും ഓരോ വ്യക്തിയെയും ഉണ്ടാക്കുന്നവനും അവരുടെ ആവശ്യങ്ങൾ ഉണ്ടാക്കുന്നവനും അവരുടെ ആവശ്യങ്ങൾ ഓരോ സമയ സന്ദർഭങ്ങളിൽ പൂർത്തിയാക്കുന്ന ഖാലിഖും മാലിക്കുമാണ്. अल्लाह रब्बुल इज़्ज़त ने हर चीज़ को अपनी कुदरत से बनाया है. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുഴുവൻ വസ്തുക്കളെയും അവൻ്റെ കുദറത്ത് കൊണ്ടാണ് സൃഷ്ടിച്ചത്. ചീസേं अल्लाह के बनाने से उनके चाहने से बनी. വസ്തുക്കൾ അവൻ ഉണ്ടാക്കിയത് കൊണ്ടും അവൻ്റെ ഉദ്ദേശം കൊണ്ടും ഉണ്ടായതാണ്. ये चीज़ें खुद नहीं बनी, उन्हें रब्बुल इज़्ज़त ने बनाया है. ഈ വസ്തുക്കൾ സ്വയം ഉണ്ടായതല്ല, അള്ളാഹു ഉണ്ടാക്കിയത് കൊണ്ടുണ്ടായതാണ്. वो इन चीज़ों को बनाने वाले हैं. അവൻ ഈ വസ്തുക്കളെല്ലാം സൃഷ്ടിക്കുന്നവനാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖുദ് ബനെ नहीं. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വയം ഉണ്ടായതല്ല. जो चीज़ें किसी के बनाने से बनी हो तो बनी हुई चीज़ों से कुछ बनता नहीं. ഏതൊരു വസ്തുക്കളെ അവൻ ഉണ്ടാക്കിയത് കൊണ്ടുണ്ടായോ तो ഉണ്ടാക്കപ്പെട്ട വസ്തുക്കളിലൂടെ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ज़मीन और आसमान और उनके दरमियान जितनी भी मखलूक है इनसे कुछ नहीं बनता. ആകാശഭൂമികൾക്കിടയിൽ അതിനിടയിൽ എത്ര അള്ളാഹുവിൻ്റെ സൃഷ്ടികളുണ്ടോ അതിൽ നിന്നും ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ജോ കുച്ച് കുദറത്ത് സെ ബനാ ഹെ വോ കുദറത്ത് കെ മാതിഹത്ത്. ഏതൊന്ന് അള്ളാഹുവിൻ്റെ കുദറത്ത് കൊണ്ടുണ്ടായോ അത് കുദറത്തിൻ്റെ അധീനതയിലാണ്. लेकिन इस वक्त हमारे माहौल में ये बात चल रही है. എന്നാൽ ഈ സമയത്ത് നമ്മളുടെ ചുറ്റുപാടുകളിൽ ഈ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു. हम लोग यूं कह रहे हैं, നമ്മൾ ഇങ്ങനെ പറയുന്നു कि ज़मीन और आसमान के दरमियान जो चीज़ें अल्लाह ने बनाई है, ആകാശഭൂമികൾക്കിടയിൽ എന്തെല്ലാം വസ്തുക്കൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ वो इंसानों के इस्तेमाल करने के लिए बनाई है. അതെല്ലാം മനുഷ്യരുടെ ഉപയോഗത്തിന് ഉപകാരത്തിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുകയാണ്. नहीं मेरे दोस्तों, अल्लाह ने जो चीज़ें अपनी कुदरत से बनाई हैं उन चीज़ों को अल्लाह ने बनाकर अपनी कुदरत में रखा है. प्रिय സുഹൃത്തുക്കളെ, ഏതൊരു വസ്തുവിനെ അള്ളാഹു അവൻ്റെ കുദറത്ത് കൊണ്ടുണ്ടാക്കിയോ ആ വസ്തുക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയതിന് ശേഷം അവൻ്റെ പിടുത്തത്തിലാണ് അവൻ്റെ കുദറത്തിലാണ് വെച്ചിരിക്കുന്നത്. ऐसा नहीं है कि कुदरत से ये चीज़ें बन गए तो बनने के बाद ये चीज़ें कुदरत से खारिज कर दी गई हो. കുദറത്ത് കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ച ഈ വസ്തുക്കളെ അതിനെ സൃഷ്ടിച്ചതിന് ശേഷം അത് കുദറത്തിൻ്റെ പുറത്താക്കിയിട്ടില്ല. ബൽക്കി അള്ളാഹ് റബ്ബുൽ ഇസ്സത്ത് ने जो कुछ कुदरत से बनाया है, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കുദറത്ത് കൊണ്ട് സൃഷ്ടിച്ചതെല്ലാം ഓ ഹർ വഖ്ത് ഉൻകെ ഖബ്സെ में, എല്ലാ സമയത്തും അവൻ്റെ പിടുത്തത്തിലാണ്. वही हर चीज़ को इस्तेमाल फरमाते, അവനാണ് അതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. वो जब चाहे अपनी कुदरत से उन शक्लों को बदल दे. അവൻ എപ്പോൾ ഉദ്ദേശിച്ചാലും അവൻ്റെ കുദറത്ത് കൊണ്ട് അതിൻ്റെ രൂപത്തെ മാറ്റിക്കളയും. और किसी चीज़ की शक्ल को चाहे कायम रखकर उसकी खूबी को उसकी सिफात को बदल दे. ഓരോ വസ്തുക്കളെയും അവൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രൂപങ്ങളെ നിലനിർത്തി അതിൻ്റെ പ്രത്യേകതകളെ അതിൻ്റെ സിഫാത്തുകളെ മാറ്റിക്കളയും. यानी ये बात नहीं कि अल्लाह रब्बुल इज़्ज़त ने जिस चीज़ से जो तासीर वक्ती तौर से दिखला दी हैं वो तासीर हम ये समझते हैं कि ये तासीर उस चीज़ की हो गई. എന്നാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏതൊരു
വസ്തുക്കളിൽ അതിൻ്റെ പ്രയോജനം പ്രതിഫലനം സമയാസന്ദർഭങ്ങളിൽ വെച്ചിട്ടുണ്ടോ, ആ പ്രതിഫലനങ്ങളും അതിൻ്റെ പ്രയോജനങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് അത് അതിൻ്റേതാണ്. മേരെ ദോസ്തോ, അവൽ തോ കിസി ചീസ് മേ കോയി താസീർ ഹി നഹി. പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമായി ഒരു വസ്തുവിലും ഒരു പ്രതിഫലനമോ പ്രയോജനങ്ങളോ ഇല്ല. താസീർ അല്ലാഹ് കെ കറം മേ, പ്രതിഫലനങ്ങളും പ്രയോജനങ്ങളും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ്. ശക്ലോ മേ കോയി താസീർ നഹി, രൂപങ്ങളിൽ പ്രത്യേകിച്ച് പ്രതിഫലനങ്ങളോ പ്രയോജനങ്ങളോ ഇല്ല. ശക്ലേൻ തോ സാരി കി സാരി മിട്ടി സെ ബനായി ഹെ, രൂപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. अल्लाह रब्बुल इज़्ज़त ने जो चीज़ें अपनी कुदरत से बनाई है, अल्लाह सुब्हानहु व तआला അവൻ്റെ കുദരത്ത് കൊണ്ട് സൃഷ്ടിച്ചത് മുഴുവനും तो कुदरत हर वक्त इस चीज़ में काम करती रहती है. കുദരത്ത് എല്ലാ സമയങ്ങളിലും അതിലും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. इस बात को हमें बार बार सोचना पड़ेगा. ഈ കാര്യത്തെ നമ്മൾ കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കണം. गौर करना पड़ेगा, लोगों से कहना पड़ेगा, ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കണം. जो कुछ ज़मीन और आसमान के दरमियान हो रहा है, ഏതെല്ലാം കാര്യങ്ങൾ ആകാശഭൂമികൾക്കിടയിൽ നടക്കുന്നുണ്ടോ, ഇൻ സബ് കാ തഅല്ലുഖ് ഇൻ ഫൈലി ഹുയി ശക്ലോ और നക്ഷോं से नहीं, അതിൻ്റെ എല്ലാം ബന്ധം ഒരിക്കലും ഈ കാണപ്പെടുന്ന രൂപങ്ങളിലോ ഈ വ്യാപിക്കപ്പെട്ട കോലങ്ങളിലോ ഇല്ല. बल्कि अल्लाह रब्बुल इज़्ज़त की ज़ात आली तन्हा जो चाहती है वो करती है. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അസ്തിത്വം അവന് ഉദ്ദേശിച്ചതുപോലെ പ്രവർത്തിക്കുന്നു. उनका ताल्लुक न तो इन असबाब से हैं जिन्हें अल्लाह ने बराह रास्त बनाया है, और न इन असबाब से है जिन असबाबों के बनने में किसी दर्जे इंसानों का हाथ लगा हुआ हो. മനുഷ്യരുടെ കരങ്ങളിലൂടെ അള്ളാഹു സൃഷ്ടിച്ചതാണെങ്കിലും അള്ളാഹു നേരിട്ട് സൃഷ്ടിച്ചതാണെങ്കിലും ശരി, ഇതിലൊന്നും യാതൊരു ബന്ധവുമില്ല. ലക്കടി കോ സാബ് ബനാ ദേത്തെ ഹെ, വടിയെ പാമ്പാക്കുന്നു. സാബ് കോ ലക്കടി ബനാ ദേത്തെ ഹെ, പാമ്പിനെ വടിയാക്കുന്നു. ഇസ് തരഹ് സാരി ശക്ലോं पर ഖവാ മുൽക്കി കി ഹോ യാ മാൽ കി, ഇതുപോലെ എല്ലാ രൂപങ്ങളും, അത് രാജ്യമാണെങ്കിലും അത് സമ്പത്താണെങ്കിലും, ബർഫ് കി ഹോ യാ ബാബ് കി, മഞ്ഞുകട്ടയാണെങ്കിലും ചുടുകാറ്റാണെങ്കിലും, സാരി ശക്ലോं पर അല്ലാഹി ക ഖബ്സ ഹെ, മുഴുവൻ വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ പിടുത്തമാണ്. വൈ ഉൻ ശക്ലോं पर अपने अम्र को इस्तेमाल फरमाते हैं, അവൻ തന്നെയാണ് മുഴുവൻ രൂപങ്ങളിലും അതിനെ ഉപയോഗപ്പെടുത്തുന്നവൻ. ജഹാं से इंसानों को जिंदगी बनती नजर आती है, എവിടെയാണോ മനുഷ്യന് ജീവിതം ആരംഭിച്ചു കാണുന്നത്, वहीं से जिंदगी को बिगाड़ कर दिखलाते हैं, അവിടെ നിന്ന് ജീവിതത്തെ അവസാനിപ്പിച്ചു കാണിക്കുന്നു. और जहां से जिंदगी बिगड़ती नजर आती है, എവിടെയാണോ ജീവിതം മോശമായതായി തോന്നുന്നു, वहीं से जिंदगी बनाकर दिखलाते हैं, അവിടെ നിന്ന് ജീവിതത്തെ നന്നാക്കി കാണിക്കുന്നു. सारी चीज़ों के बगैर रेत पर डालकर पाल के दिखलाते हैं, ഒരു വസ്തുക്കളുമില്ലാതെ വിജനമായ പ്രദേശത്ത് അവൻ ജീവിപ്പിച്ച് കാണിക്കുന്നു. और सारे साज और सामान जिंदगी बनने के सारे असबाब और चीज़ों के होते हुए ज़िंदगी को तबाह और बर्बाद करके दिखाते हैं. മുഴുവൻ സാധന സാമഗ്രികൾ ഉള്ളതോടുകൂടി, മുഴുവൻ അസ്ബാബുകളും വസ്തുക്കളും ഉള്ളതോടുകൂടി ജീവിതത്തെ മോശമാക്കി നശിപ്പിച്ച് കാണിച്ചു തരുന്നു. അല്ലാഹ് ജല്ല ഷാനു കി ദാത്ത് ആലി സെ ഹമാരാ തഅല്ലുഖ് പൈദാ ഹോ ജായേ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദാത്തുമായി നമ്മളുടെ ബന്ധം നന്നായി തീരണം. और अल्लाह जल्ल शान की दात आली से बराह रास्त फ़ायदा हासिल करने वाला बन जाए. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദാത്തിൽ നിന്ന് നേരിട്ട് പ്രയോജനങ്ങൾ കരസ്ഥമാക്കുന്നവരായി മാറണം. तो उसी के लिए यानी इंसानों को कामयाबी दिलाने के लिए അതിനു വേണ്ടിയാണ്, മനുഷ്യർക്ക് വിജയം നൽകാൻ വേണ്ടിയാണ് ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് के यहाँ से अल्लाह के अवामिर लेकर आए. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നും അവൻ്റെ കൽപ്പനകളുമായി വന്നത്. മേരെ ദോസ്തോ ദേഖോ, എൻ്റെ സുഹൃത്തുക്കളെ നോക്കിൻ, समझो, ഇത് മനസ്സിലാക്കിൻ. एक रास्ता है अल्लाह के ഖസാനോं से कायनात के शक्लों के जरिए फ़ायदा हासिल करने का. ഒരു വഴിയാണ് അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൂടെ, അവൻ്റെ വസ്തുക്കളിലൂടെ പ്രയോജനങ്ങൾ കരസ്ഥമാക്കുന്ന. एक रास्ते अल्लाह के ഖസാനോं से മുഹമ്മദ് के जरिए से फ़ायदा हासिल करने का. ഒരു വഴിയാണ് അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പ്രയോജനങ്ങൾ കരസ്ഥമാക്കുക. यानी अल्लाह रब्बुल इज़्ज़त की कुदरत से फ़ायदा उठाने के असबाब और कायनात में फैले हुए नक्शों से फ़ायदा उठाने के असबाब, ये दोनों चीज़ें बिल्कुल मुकाबिले की हैं. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് പ്രയോജനങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിലൂടെ ഉണ്ടാക്കപ്പെട്ട ഈ വസ്തുക്കളെ ഉപയോഗപ്പെടുത്തുന്നതും
അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് പ്രയോജനങ്ങൾ നേടിയെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കൽപ്പനകളും പരസ്പരം മുഖാബിലയാണ്. इसलिए मेरे दोस्तों, अल्लाह की कुदरत से बराह रास्त फ़ायदा उठाने के लिए हुजूर सल्लल्लाहु अलैहि वसल्लम जो अल्लाह की तरफ से अवामिर लेकर आए हैं, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് അവൻ്റെ കുദറത്തിൽ നിന്ന് പ്രയോജനങ്ങൾ കരസ്ഥമാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകൾ जब वो अवामिर हमारी ज़िंदगियों में आकर मोहम्मद सल्लल्लाहु अलैहि वसल्लम के तरीक़े पर जिस्म से बाहर सादिर होंगे, ആ കൽപ്പനകൾ മുഴുവനും നമ്മളുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലൂടെ വെളിവാകപ്പെട്ടാൽ तो अल्लाह जल्ल शानु हर नक्शे हर सबब में कामयाबी देकर दिखलाएंगे. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരോ കാര്യങ്ങളിലും അള്ളാഹു അവരെ വിജയിയാക്കി കാണിക്കും. इसलिए सबसे पहले അതുകൊണ്ടാണ് ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് में अपनी यकीन, अपने जज्बे और अपने तरीक़े जो हम हालात के आने पर ख़ास तौर से और दिन रात पढ़ने वाली ज़रूरतों में आम तौर से इख्तियार करते हैं, उनके बदलने का हमसे ये कलिमा मुतालबा कर रहा है. അതുകൊണ്ടാണ് പരിശുദ്ധമായ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള കലിമയിലുള്ള യഖീൻ, അതിനോടുള്ള താല്പര്യം, അതിൽ ആ വഴിയിൽ സഞ്ചരിക്കൽ ഏതവസ്ഥയിലും വന്നു കഴിഞ്ഞാലും പ്രത്യേകമായും രാവും പകലിലും നമ്മളുടെ ആവശ്യങ്ങളിലെല്ലാം പൊതുവായും നമ്മൾ അത് സ്വീകരിക്കണം, ആ വഴിയെ സ്വീകരിക്കണമെന്ന് പറയുന്നത് അത് ഉൻകെ ബദൽനെ കാ ഹംസെ യെ കലിമ മുതാലബ കർ റഹാ ഹെ. ആ യഖീനിൻ്റെ മാറ്റമാണ് ഈ കലിമ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഈ കലിമ നമ്മളിൽ നിന്ന് തേടുന്നത്.